ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മുരിങ്ങയില കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഫിഷ് ഫുഡ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഗപ്പികൾക്കും ബീറ്റ ഫിഷിനും മറ്റേത് ഫിഷിനായാലും കൊടുക്കാൻ പറ്റുന്നൊരു ഹോം മെയ്ഡ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഹോം മെയ്ഡ് ഫുഡാണിത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് മുരിങ്ങയില എടുക്കാം. ഇല എടുക്കുന്ന സമയത്ത് കൂടുതൽ തളിരിലയും അതുപോലെ തന്നെ തീരെ പഴുത്ത ഇലയും നമ്മൾ എടുക്കാതിരിക്കുക. അടുത്തതായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന മുരിങ്ങയിലയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കണം. അതായത് ഇപ്പോൾ ചില ഇലകളിൽ ഫംഗസൊക്കെ കാണും, വലയൊക്കെ അടിച്ചിരിക്കുന്ന കുറച്ച് ഇലകളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. ഇങ്ങനെയുള്ള ഇലകൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ മീനിൻ്റെ ഹെൽത്തിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം നല്ല ഇലകൾ മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഇലകളെല്ലാം ഒന്ന് കഴുകാൻ പോവുകയാണ്. നമ്മൾ എടുക്കുന്നത് ഫ്രഷ് ഇലയാണെങ്കിൽ ഇലയിൽ അങ്ങനെ വെള്ളം പിടിക്കില്ല. പക്ഷേ നമ്മൾ കഴുകുന്ന സമയത്ത് ഇലയുടെ മേളിൽ എന്തെങ്കിലും മണ്ണോ പൊടിയോ അണുക്കളോ ഉണ്ടെങ്കിൽ ഇത് വെള്ളത്തിൽ കൂടെ അങ്ങ് പൊക്കോളും. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇലകൾ നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കുക. കാരണം നമുക്കിത് അടുത്തതായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മുരിങ്ങയില വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കുക. ഞാനിപ്പോൾ ഒരു ബക്കറ്റിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത് മുരിങ്ങയില വെക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുരിങ്ങയില ഇവിടെ കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് ഉണങ്ങണം. കാരണം നന്നായിട്ട് ഉണങ്ങുകയാണെങ്കിൽ കൂടുതൽ നാൾ ഇരിക്കും, ഇല്ലെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഫിഷ് ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഇല മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നാര് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറുതായിട്ടൊന്ന് ഞവടി കൊടുത്താൽ മതിയാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മുരിങ്ങയിലയും നാരുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാരൊക്കെ കിടക്കുകയാണെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മുരിങ്ങയില പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മുട്ടയുടെ മഞ്ഞക്കരു പൊടിച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ സെർലാക്ക് വാങ്ങി കലർത്താം. അപ്പോൾ എങ്ങനെയാണെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് മുരിങ്ങയില മാത്രമായിട്ടാണെങ്കിലും ഫീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതൊന്ന് പാക്ക് ചെയ്ത് വെക്കാൻ പോവാണ്. കാരണം നമ്മളിത് നനവ് തട്ടാത്ത സ്ഥലത്ത് വേണം കീപ്പ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഇത് പൂപ്പലടിച്ച് ചീത്തയായി പോവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ഇത് ഫീഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മുരിങ്ങയില മാത്രമായിട്ട് പൊടിച്ച് കൊടുക്കുകയാണെങ്കിൽ മീനുകൾ ഫീഡ് എടുക്കുകയോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഞാൻ രാവിലെ ഓൾറെഡി എൻ്റെ ഗപ്പികൾക്ക് ഫീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ മുരിങ്ങയില പൊടിച്ചുണ്ടാക്കിയ ഫീഡ് ഗപ്പികളിപ്പോൾ എടുക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.